എല്ലാവർക്കും ട്രിപ്പ് ടൂയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നമ്മുടെ എപ്പിസോഡിൻ്റെ എന്താ പറയുക നമ്മളൊരു കുക്കിംഗ് സെഗ്മെൻറ്റ് നമ്മൾ വീഡിയോസ് കണ്ടു. അപ്പോൾ ഇന്നൊരു ഡിഫറെൻറ്റ് കുക്കിംഗാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിന്നിപ്പോൾ ഇതിനു മുമ്പ് നിങ്ങൾ കണ്ട് പരിചയപ്പെട്ടിട്ടുള്ള രണ്ടുപേരാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മുടെ പാലക്കാർ സെബിനും ആൽബിനും. അപ്പോൾ പാലക്കാർ ആരെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ നമ്മളിന്ന് ശരിക്കും പറഞ്ഞോളാം, ഞങ്ങൾ നേരത്തെ പറഞ്ഞു നമ്മൾ വലിയ എക്സ്പേർട്സ് ഒന്നുമില്ല ഈ കുക്കിങ്ങിന്. നമ്മൾ ഓരോന്ന് ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. പിന്നെ ഈ കുക്കിംഗ് എപ്പിസോഡ്സും ഒക്കെ ഒരുപാടുണ്ട് നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കുറച്ച് ഡിഫറൻസസ് വരുത്താനാണ് നോക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇന്നൊരു എക്സ്പെരിമെൻ്റൽ സംഭവമാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ നാട്ടിലെ കല്ലുമേക്കായ എന്ന് പറയുന്ന സാധനമാണ്. നമ്മുടെ ഇവിടെ മസൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിത് ജസ്റ്റ് കുക്ക് ചെയ്യാനായിട്ട് വെറുതെ നമ്മൾ ജസ്റ്റ് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുക. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാധനം നല്ല പാടാണ് ക്ലീൻ ചെയ്യാനായിട്ട്. ഒരു ശരിക്കും സ്ക്രബൊക്കെ ഇട്ട് നന്നായിട്ട് ഉരച്ച് ക്ലീൻ ചെയ്യണം. എന്നിട്ട് പോലും ഇതിനകത്ത് കുറച്ച് ഇത് പറ്റിയിരിപ്പുണ്ട്. പക്ഷേ അത് പ്രശ്നമുള്ള കാര്യമില്ല. നമ്മൾ നോർമലി ഇവിടെ ഓസ്ട്രേലിയൻസ് ഇത് കുക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ചുമ്മാ നമ്മൾ ഇതുപോലെ വെറുതെ വേവിച്ചിട്ട് ചുമ്മാ അത് ഓപ്പൺ ചെയ്തിട്ട് കഴിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ മലയാളികൾക്ക് നമ്മൾ ആ മസാലയൊക്കെ കൂട്ടി നമുക്ക് ആ ഒരു മസാല ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളിന്ന് ട്രൈ ചെയ്യുമ്പോൾ വെച്ചാൽ നമ്മുടെ ഇതും അവർ കുക്ക് ചെയ്യുന്ന രീതിയും നമ്മുടെ ഇന്ത്യൻ കുക്കിംഗ് കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്യാനുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഇത് നമ്മൾ കുക്ക് ചെയ്തിട്ട് ഓപ്പൺ ആയി കഴിയുമ്പോൾ നമ്മുടെ മസാലയൊക്കെ ചേർത്ത് ഒരു ഡിഫറെൻ്റ് ആയിട്ട്, അപ്പോൾ ഷെല്ലിൽ നമ്മൾ എടുക്കില്ല, നമ്മളൊരു ഹാഫ് എടുത്ത് കളഞ്ഞ് ഷെല്ല് മാത്രം മാറ്റിയിട്ട് ഷെല്ലി വെച്ചുകൊണ്ട് തന്നെ നമ്മൾ മസാലയൊക്കെ ഇട്ട് ഒരു ഡിഫറെൻറ്റ് കുക്കിംഗാണ്. എങ്ങനെ ആവുന്നുള്ളത് നമുക്ക് അവസാനം ഇത് കഴിച്ച് നോക്കിയിട്ട് പറയാം. അപ്പോൾ നമുക്കിതിൻ്റെ കാഴ്ചയിലേക്ക് പോയേക്കാം. ഇപ്പോൾ ഒരു 10-15 മിനിറ്റായി ഇത് ജസ്റ്റ് ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ ജസ്റ്റ് ഇതിനകത്തിട്ട് കൈയിട്ട് ഇളക്കണ്ട, നമ്മൾ ചുമ്മാ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ ഒരു ക്ലീനിങ് ആണ് ഇതിനകത്തൊരു മെയിൻ പാടുള്ള കാര്യം. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഓപ്പണായി വരുന്നുണ്ട്. നമുക്ക് അടച്ചു വെക്കണം. പക്ഷേ ഇത് ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ കോലം കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കുന്നത് എന്താ, ഇന്ന് ശരിക്കും ഇപ്പോൾ ഫീൽസ് ലൈക്ക് 6.6 ഡിഗ്രിയാണ്. അതാണ്, നല്ല തണുപ്പാണ്. ജിലോങ്ങിലെ മലയാളിക്ക് ഞങ്ങൾക്ക് തലയ്ക്ക് വട്ടാണെന്ന് ഈ ദിവസം. പക്ഷേ ഞങ്ങളോട് സംതിങ് ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്ന് ഓർത്തിട്ട് പ്ലാൻ ചെയ്തതാണ്. അപ്പം നമുക്കിനി ശരിക്കും സമ്മർ വരുമ്പോൾ നല്ല അടിപൊളി ദിവസങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്ക് തകർപ്പൻ കുറേ സംഭവങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാവട്ടെ, നമുക്ക് ബാക്കി ഇവിടെ ആൽബിനകത്ത് സാധനമൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഈ ഓസ്ട്രേലിയയിൽ കിട്ടുന്ന ഷാലറ്റ്സ് ഇത്തിരി വലുതാണ്. നമ്മുടെ ഒരു സവോളയുടെ പകുതിയുള്ളൊരു സാധനമാണ്. അപ്പം അത് ഞങ്ങളൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പം നാട്ടിലാണെങ്കിൽ നമ്മുടെ കൊച്ചുള്ളി ആണെങ്കിൽ ഒരു 15 എണ്ണമെങ്കിലുമൊക്കെ വേണ്ടി വരും. ഇവിടെ ശരിക്കും ഫ്രോസൺ നമ്മുടെ ഇന്ത്യൻ കടയിൽ കിട്ടും. പക്ഷേ ഞങ്ങൾ ഈ ഫ്രഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്ന 2 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ലാസ്റ്റ് ചേർക്കാനാണ്. പിന്നെ ഒരു 6 പച്ചമുളക്, അത് ഓരോരുത്തരുടെ എരിവ് പോലെ എടുക്കണം. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വെളുത്തുള്ളി, നമ്മൾ ഒരു കുടം വെളുത്തുള്ളിയാണ്, ഒരു ഫുൾ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കറിവേപ്പിലയൊക്കെ നമ്മുടെ ഉള്ള പോലെ നമുക്ക് ചേർക്കാം. ഞങ്ങളിപ്പോൾ ഒരു 3 ഇതെടുത്തിട്ടുണ്ട്. അന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ കുറച്ച് കടുക് ഇടുകയാണ്. കാറ്റുണ്ട്, അതുകൊണ്ട് ഞാനിവിടെ സൈഡിലൊരു ബോർഡ് ഒക്കെ പിടിച്ചിട്ടാണ് നിൽക്കും. ഞാനിവിടെ ഒരു ബോർഡൊക്കെ പിടിച്ചിട്ടുണ്ട്, ഇത് കാറ്റടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്.
ഇത് ശരിക്കും നല്ല മെനക്കെടുള്ള സംഭവമാണ്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണെന്നാണ് ഇത് അപ്പോൾ കഴിച്ചവരുടെ അഭിപ്രായം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനു വേണ്ടി ഇത്രയും മെനക്കെടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സാധനമാണിത്. മൊരിഞ്ഞിട്ടുണ്ട്, നമ്മുടെ വെളുത്തുള്ളി ഇതൊക്കെ മൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഉള്ളി ചേർക്കാം. ഇപ്പോൾ ഈ ഉള്ളി ഇല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഓസ്ട്രേലിയക്കാണ് ഉള്ളി കിട്ടാനില്ലെങ്കിൽ നമ്മൾ സവോള ഉപയോഗിക്കാനും വരാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഇത്തിരി പച്ചമുളകും കൂടി ഇടുന്നുണ്ട് ഇതിനകത്ത്. ഇത് എന്തൊരു ഞങ്ങൾ കുക്ക് ചെയ്ത് വന്നപ്പോഴുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ജോലിയൊക്കെ ഉണ്ടായിരുന്നു. ജോലിയൊക്കെ കഴിഞ്ഞിട്ട് കുക്ക് ചെയ്ത് വന്നപ്പോഴേക്കും ഇരുട്ടായി. കറി വെന്ത് വരുമ്പോഴേക്കും ഈ ഫുള്ള് നല്ല കുറ്റാക്കൂരിട്ടാകും. ഇപ്പം ശരിക്കും ഉണ്ടല്ലോ നല്ലൊരു സൺസെറ്റിൻ്റെ ടൈമാണ്. നമ്മൾ ഈ സാധനം റെഡിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ഇപ്പോൾ കണ്ടല്ലോ, ഇത് നമ്മൾ ഒരു സൈഡിൽ ഷെല്ല് മാത്രമേ കളഞ്ഞിട്ടുള്ളൂ, ഒരു സൈഡ് വെച്ചിട്ടുണ്ട്. ഇതിനെ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ചെയ്യുമ്പോൾ ശരിക്കും ഈ സംഭവം ഷെല്ലങ്ങ് എടുത്ത് കളഞ്ഞിട്ടാണ് അതിൻ്റെ മാംസം മാത്രമേ എടുക്കത്തുള്ളൂ. പക്ഷേ നമ്മളിന്നൊരു ഡിഫറെൻ്റ് ആയിട്ടൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു സൈഡ് ഷെല്ല് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പൊടികൾ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഒരു 3 സ്പൂൺ നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഈ മുളകൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇത് ചെയ്യുക. നമ്മൾ ആദ്യം മഞ്ഞൾ പൊടി ഇടുന്നത്. ആൽബിനാണ് ഇത് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ശരിക്കും നല്ല ഡാർക്കായി ഇവിടെ. പക്ഷേ ഇവിടെ ഒരു ചെറിയ ലൈറ്റ് ഉണ്ട്, അത് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റാണ്. ആ ലൈറ്റ് ഇന്ന് ഗുണകരമായി. നമ്മൾ ഇത്രയും കൂടി നീക്കി വെച്ചപ്പം പൊടി ഇടാൻ പോവാം. ഞാനിവിടെ ഒരു ഫോൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ലൈറ്റ് പിടിച്ചിരിക്കുകയാണ്. അത് മഞ്ഞൾപ്പൊടി ആയിട്ടിരിക്കുന്നത്. ആൽബിനെ എടാ ഇന്ന് വല്ല നടക്കും ഇത്? നീ കുറെ ഞാനത് കമന്നിടുന്ന് നോക്കുന്ന നല്ല കാറ്റല്ലേ ശ്രീതേട്ടാ, ഒരു രക്ഷയില്ല. നല്ല അടിപൊളി മണമൊക്കെ അടിച്ചു. അത് മിക്കവാറും അവരെല്ലാവരും ഇങ്ങോട്ട് വരും മിക്കവാറും. നല്ല അടിപൊളി നല്ല കളറൊക്കെ നല്ല കളറായിട്ടുണ്ട്, നല്ല ജോറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ശരിക്കും വഴണ്ടിട്ടുണ്ട്. നമ്മൾ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ എല്ലാവരും അളവിന് അനുസരിച്ചിടുക. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരെ നമ്മുടെ മസൽസ് കല്ലുമ്മക്കായ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഷെല്ലോടെ ഇടുകയാണ് നമ്മൾ. അപ്പോൾ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരമായിട്ട് ഒന്ന് മസാല പിടിക്കാൻ വേണ്ടി നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല മസാലയൊക്കെ കൂടി സെറ്റായിട്ടുണ്ട്. നമ്മൾ ഇത്തിരി കുരുമുളക് ഇടുകയാണ്. നമ്മുടെ മസൽസ് റെഡിയാണ്. നമ്മുടെ കല്ലുമ്മക്കായ റെഡിയാണ്. കല്ലുമ്മക്ക നമ്മൾ നല്ല സെറ്റപ്പായിട്ട് സെബിൻ്റെ പരിപാടിയാണ്. അത് ഗാർണിഷൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കി വെച്ചിരിക്കുന്നത്. എന്താ പറയുക, ഒരു ഡെക്കറേറ്റൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഇന്ത്യൻ കടയിൽ നിന്ന് മേടിച്ച ഫ്രോസൺ ഗോതമ്പ്
പൊറോട്ടയാണ്. അത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്. അപ്പം നമ്മൾ ഇത് കൂട്ടിയാണ് അടിക്കുന്നത്. ഇത് മസാല സംഭവം ആയതുകൊണ്ട് എന്തിനൂടെ ഇത് വേറെ വേണമെങ്കിൽ സ്നാക്സ് ആയിട്ട് കഴിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വേറെ ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ഇതുപോലെ എന്ത് സാധനത്തിനൂടെയും കഴിക്കാം. അപ്പോൾ നമുക്ക് ഇനി കഴിച്ചു നോക്കാം. ഒന്ന് ലൈറ്റ് അടിച്ചാൽ ജസ്റ്റ് ഒന്ന് വെളിച്ചില്ല, ഞങ്ങൾ ഫോൺ വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് നമ്മുടെ രതീഷ് ചേട്ടനാണ്. രതീഷ് ചേട്ടൻ നമ്മുടെ കൊരട്ടിക്കാരനാണ്. അപ്പോൾ കൊരട്ടിക്കാരൻ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ പ്രത്യേക ഒരു ഹായ്. അതെ, നമ്മൾ വെള്ളം ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കുക. അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കാം, നമുക്ക് നേരെ കഴിച്ചേക്കാം. വാ. നമ്മൾ നമ്മുടെ എന്താണ് മസൽസ് ഓസ്ട്രേലിയൻ കല്ലുമുക്കായ ഫ്യൂഷൻ കഴിച്ചു. അപ്പോൾ നമുക്ക് കഴിച്ച് നമുക്ക് സെവിനോട് ചോദിക്കാം എങ്ങനെയുണ്ട് അഭിപ്രായം. സെവിനോടും ഇവരോടൊക്കെ ചോദിക്കാം എങ്ങനെയുണ്ട് അഭിപ്രായം. എങ്ങനെ ഉണ്ടായിരുന്നു സാധനം? അടിപൊളിയായിരുന്നു. ഒരു പ്രതീക്ഷയിലൊക്കെ അടിപൊളിയായിരുന്നു. ഞാൻ ഇത്ര നല്ലതായിരിക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതൊരു പരീക്ഷണമായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ. ആദ്യമായിട്ടാണെങ്കിൽ അതെ, ഇത് ശരിക്കും ഒരു ഫ്യൂഷൻ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമ്മൾ ഓസ്ട്രേലിയൻ ആ ഒരു കുക്കിങ്ങിൻ്റെ രീതിയും പിന്നെ നമ്മുടെ മസാലയും കൂടി ചേർത്തപ്പോൾ ഒരു പ്രത്യേക ഒരു ഇതായിരുന്നു. വെറൈറ്റി ആയിട്ടായിരുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, നല്ല. അപ്പോൾ അടിപൊളിയായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. നമ്മൾ മസൽസ് മേടിച്ചത് ഒരു 2 കിലോ മസൽസാണ് മേടിച്ചത്. പക്ഷേ അപ്പോൾ ഇതിൻ്റെ മാംസം വരുന്നത് ഓൾമോസ്റ്റ് ചിലപ്പോൾ ഒരു 1/2 കിലോയൊക്കെ കാണത്തുള്ളൂ, 1/2 കിലോയുടെ അത്ര കാണത്തുള്ളൂ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, അതൊന്ന് പറയാം. അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. മറ്റേ നീ എന്താ നേരത്തെ പറഞ്ഞത്? നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു 2.5 മണിക്കൂർ കൊണ്ട് റെഡിയാക്കി എടുക്കാം. അതെ, ഒരു 2.5 മണിക്കൂർ കൊണ്ട് സിമ്പിളായിട്ട് പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നേ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് നമ്മൾ വരാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.